മലങ്കര കാതലിക് ടി വിയിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാറ്റക്കേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇപ്രകാരം പഠിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രം അത് മാനുഷിക ഭാഷയിൽ ലിഖിത രൂപത്തിൽ എഴുതിയപ്പോൾ അത് എഴുതപ്പെട്ട ബൈബിളായി എന്നും ആ ബൈബിളിൻ്റെ ചരിത്രം അത് ആരെഴുതി, എന്നെഴുതി, അതിൻ്റെ കാനൂനികത, ഈ കാര്യങ്ങളെക്കുറിച്ച് ഹ്രസ്വമായി നമ്മൾ പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആഘോഷിച്ചപ്പോൾ അത് ആരാധനക്രമമായി വിശുദ്ധ കുർബാനയായി എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ആദിമസഭയിൽ 6 ആരാധനാ കുടുംബങ്ങൾ ഉണ്ടായി എന്നും ഈ 6 ആരാധനാ കുടുംബങ്ങളിൽ നിന്നുമായി പുത്രി സഭകളായി 24 വ്യക്തിഗത സഭകൾ റീത്തുകൾ ഉണ്ടായി എന്നും പിന്നെ കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകൾ അഥവാ റീത്ത് ഉണ്ട് എന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം അത് വിശ്വാസ സത്യമായി ക്രോഡീകരിച്ചതാണ് വിശ്വാസ പ്രമാണം എന്ന് നമ്മൾ പഠിച്ചു. വിശ്വാസ പ്രമാണത്തിലെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ ഹ്രസ്വമായി മനസ്സിലാക്കി. യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ വെളിപാടിൻ്റെ ചരിത്രം അത് ബുദ്ധി കൊണ്ടും വിശ്വാസം കൊണ്ടും വ്യാഖ്യാനിച്ചപ്പോൾ അത് ദൈവശാസ്ത്രമായി എന്നും അത് ജീവിച്ചപ്പോൾ ആധ്യാത്മികതയായി എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുക കർത്താവിൻ്റെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചാണ്. ഉദ്ധിതനായ കർത്താവ് അവസാനം അപ്പസ്തോലന്മാരോട് ആഹ്വാനം ചെയ്യുന്ന പ്രേക്ഷിത ദൗത്യം മർക്കോസ് 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. ഈ ലാസ്റ്റ് മാൻഡേറ്റ് പ്രേക്ഷിത ദൗത്യം അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു അഥവാ സഭയെ ഏൽപ്പിച്ചു. ചുരുക്കത്തിൽ സഭയ്ക്ക് അടിസ്ഥാനപരമായി ഒറ്റ ദൗത്യം മാത്രമാണുള്ളത്. ലോകമെങ്ങും പോയി യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ വെളിപാടിൻ്റെ ചരിത്രം, ഈ സുവിശേഷം ലോകമെങ്ങും പോയി പ്രഘോഷിക്കുക. എന്നാൽ ലോകമെങ്ങും പോയി പ്രഘോഷിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക എന്നതിന് 3 അർത്ഥതലങ്ങളുള്ളതായി സഭ മനസ്സിലാക്കും. നമുക്കറിയാം, കർത്താവിൻ്റെ പരിചയത്തിലുടനീളം കർത്താവ് മറ്റു പല ആഹ്വാനങ്ങളും നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ദൗത്യം തന്നെയാണതും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ. യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ 3 കാര്യം കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. മേക്ക് ഡിസൈപ്പിൾസ്, നിങ്ങൾ ലോകം മുമ്പ് എല്ലാവരെയും ശിഷ്യപ്പെടുത്തണം. 2ാം കർത്താവ് പഠിപ്പിക്കുകയാണ് ബാപ്റ്റൈസ്, നിങ്ങളവരെ മാമോദീസ മുക്കണം. 3ാമത് പറയുകയാണ് ഞാൻ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം. ടീച്ച്. മേക്ക് ഡിസൈപ്പിൾസ്, ബാപ്റ്റൈസ്, ടീച്ച്. 3 കാര്യങ്ങളാണ് ഇവിടെ കർത്താവ് പറയുക. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പെസഹ അനുഷ്ഠാനത്തിന് ശേഷം യേശു അപ്പസ്തോലന്മാരോട് പറയുന്നതാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 15:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ലവ് വൺ അനദർ. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 1:8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുവിൻ. ഇവിടെയെല്ലാം നമ്മൾ പല ആഹ്വാനങ്ങൾ കാണുന്നുണ്ട്. ഈ ആഹ്വാനങ്ങളെല്ലാം 3 തലത്തിലാണ് സഭ മനസ്സിലാക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന ആ ആഹ്വാനത്തെ 3 തലത്തിൽ സഭ മനസ്സിലാക്കുന്നു. ഒന്നാമതായി ഗോ ആൻഡ് ടീച്ച് ദ ഗോസ്പൽ, ഗോ ആൻഡ് സെലിബ്രേറ്റ് ദ ഗോസ്പൽ, ഗോ ആൻഡ് ലീവ് ദ ഗോസ്പൽ. അപ്പോൾ ഈ സുവിശേഷം നിങ്ങൾ പഠിപ്പിക്കണം, ഈ സുവിശേഷം നിങ്ങൾ ആഘോഷിക്കണം,
ഈ സുവിശേഷം നിങ്ങൾ ജീവിക്കണം. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുക, പ്രൊക്ലെയിം ദ ഗോസ്പൽ എന്നതിന് 3 അർത്ഥതലങ്ങൾ ഉള്ളതായി സഭ മനസ്സിലാക്കുന്നു. ഈ സുവിശേഷം നിങ്ങൾ പഠിപ്പിക്കണം, ഈ സുവിശേഷം നിങ്ങൾ ആഘോഷിക്കണം, ഈ സുവിശേഷം നിങ്ങൾ ജീവിക്കണം. ഈ 3 തലങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കുവാനായിട്ട് പരിശ്രമിക്കാം. സഭയുടെ എല്ലാ ശുശ്രൂഷകളും ഈ 3 തലത്തിൽ നിൽക്കുന്നതായിരിക്കും. ഒന്നുകിൽ സഭ പഠിപ്പിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ സഭ ആഘോഷിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ സഭ ജീവിക്കുന്നതായിരിക്കും. ഇത് 3മായി ബന്ധപ്പെട്ടാണ് സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും സഭ മനസ്സിലാക്കുക. സഭയുടെ എല്ലാ മിനിസ്ട്രികളും ശുശ്രൂഷകളും ഈ 3 തലത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേതാണ് ഗോ ആൻഡ് ടീച്ച്, പഠിപ്പിക്കുക. അതിൽ ഒന്നാമത്തേതാണ് സഭ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് കാറ്റക്കേസിസ്, വിശ്വാസ പരിശീലനം. സഭ തൻ്റെ മക്കളെ വിശ്വാസം പഠിപ്പിക്കുന്ന ആ മിനിസ്ട്രിയാണ് കാറ്റക്കേസിസ്, വിശ്വാസ പരിശീലനം, മതബോധനം എന്ന് നമ്മൾ പറയുക. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഒരു വ്യക്തി പ്രായമായി മരിക്കുന്നതുവരെ നിരന്തരം വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുകയാണ്. സഭ വിശ്വാസം പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശ്വാസം പഠിപ്പിക്കുന്നതിനായി സഭ ചെയ്യുന്ന അടിസ്ഥാനപരമായൊരു ശുശ്രൂഷയാണ് കാറ്റക്കേസിസ്, വിശ്വാസ പരിശീലനം, മതബോധനം എന്നത്. അതുപോലെ തന്നെ സഭ പഠിപ്പിക്കുന്ന മറ്റൊരു മേഖലയാണ് പ്രേക്ഷിത പ്രഘോഷണങ്ങൾ. യേശുവിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികളുടെ യേശുവിനെ പ്രഘോഷിക്കുന്ന ശുശ്രൂഷയും പഠിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു തലം തന്നെയാണ്. സഭ പഠിപ്പിക്കുന്ന മറ്റൊരു മേഖലയാണ് മാർപ്പാപ്പമാരുടെ ഉദ്ബോധനങ്ങൾ, അവരുടെ അപ്പസ്തോലിക ഉദ്ബോധനങ്ങൾ, അവരുടെ ചാക്രിക ലേഖനങ്ങൾ, അവരുടെ കൽപ്പനകൾ. ഇവയെല്ലാം സഭ പഠിപ്പിക്കുന്ന രീതികളാണ്. മെത്രാന്മാരുടെ കൽപ്പനകൾ, അജപാലന കത്തുകൾ, ഇവയിലൂടെ എല്ലാം സഭ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷണങ്ങൾ, അവയിലൂടെയും സഭ പഠിപ്പിക്കുകയാണ്. ദൈവശാസ്ത്ര ചിന്തകളും എഴുത്തുകളും, അവയിലൂടെയും സഭ വിശ്വാസം പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സഭയുടെ എല്ലാ പഠിപ്പിക്കലുകളുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളെ ഗോ ആൻഡ് ടീച്ച് എന്ന ഈ ഒരു യാഥാർത്ഥ്യത്തിലാണ് സഭ മനസ്സിലാക്കുക. അപ്പോൾ മതബോധനം എന്നത്, കാറ്റക്കേസിസ് എന്നത്, നമ്മളെവിടെയാണ് ഈ കാറ്റക്കേസിസിനൊന്ന് പ്ലേസ് ചെയ്യുക? സഭയുടെ ശുശ്രൂഷയിൽ എവിടെയാണ് നമ്മൾ കാറ്റക്കേസിസ് എന്ന ഈ ശുശ്രൂഷയെ ഒന്ന് പ്ലേസ് ചെയ്യുക? വേർ ഡു വി പ്ലേസ് ദി മിനിസ്ട്രി ഓഫ് കാറ്റക്കേസിസ്? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന യേശുവിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നതിലെ ഒരു കാര്യമാണ് കാറ്റക്കേസിസ് എന്ന ഈ മിനിസ്ട്രി. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഗോ ആൻഡ് സെലിബ്രേറ്റ് ദ ഗോസ്പൽ, സുവിശേഷം ആഘോഷിക്കുക. സഭ സുവിശേഷം ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കൂദാശകൾ. സഭ 7 കൂദാശകളെ നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 7 കൂദാശകളിലൂടെ ഈ വെളിപാടിൻ്റെ ചരിത്രം, സുവിശേഷം ആഘോഷിക്കുകയാണ്. രണ്ടാമതായി യാമപ്രാർത്ഥനകളിലൂടെ ഈ സുവിശേഷം ആഘോഷിക്കുകയും അനുസ്മരിക്കുകയുമാണ്. മൂന്നാമതായിട്ട് കർത്താവിൻ്റെ മാറാനായ പെരുന്നാളുകൾ. മാറാനായ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവിൻ്റെ പെരുന്നാളുകൾക്ക് നമുക്കറിയാം വിവിധങ്ങളായ ആഘോഷങ്ങളുണ്ട്. ഓരോ തിരുനാളിനും അതിൻ്റേതായ പ്രത്യേക ശുശ്രൂഷകളുണ്ട്. അവയിലൂടെയെല്ലാം ഈ വെളിപാടിൻ്റെ സുവിശേഷം ആഘോഷിക്കുകയാണ്. മറ്റൊന്നാണ് കൂദാശാനുകരണങ്ങൾ. പൗരസ്ത്യ സഭയിൽ പ്രത്യേകിച്ച് കൂദാശാനുകരണങ്ങൾ എന്ന് പറയുന്നതിനുപരി അവയും കൂദാശകളാണെന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് വീട് കൂദാശ, പള്ളി കൂദാശ, കുരിശടി കൂദാശ എന്നൊക്കെ നമ്മൾ പറയുക. കൂദാശയോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷകളെയാണ് കൂദാശാനുകരണങ്ങൾ. അപ്പോൾ ഈ 4 തലങ്ങളിൽ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ ആഘോഷത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ തലം എന്ന് പറയുക ഗോ ആൻഡ് ലീവ് ദ ഗോസ്പൽ. നിങ്ങൾ പോയി സുവിശേഷം ജീവിക്കണം. ഞാൻ അറിഞ്ഞ സുവിശേഷം, ഞാൻ ആഘോഷത്തിലൂടെ അനുഭവമാക്കിയ സുവിശേഷം നിങ്ങൾ ജീവിക്കണം. സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും സേവന മേഖലകളെയും ഈ തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. സഭ സ്കൂൾ നടത്തുന്നതും കോളേജ് നടത്തുന്നതും ആതുരാലയങ്ങൾ നടത്തുന്നതും ഓർഫനേജസ് നടത്തുന്നതും സാമൂഹിക സേവന ശുശ്രൂഷ നിർവഹിക്കുന്നതും പാവപ്പെട്ടവരോടും വേലിക്ക് പുറത്തുള്ളവരോടും ശുശ്രൂഷ നിർവഹിക്കുന്നതുമെല്ലാം
സുവിശേഷം ജീവിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഈ 3 തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 തലത്തിൽപ്പെടാത്ത ഒരു ശുശ്രൂഷയും സഭ നിർവഹിക്കുന്നില്ല. ഒന്നുകിൽ അത് പഠിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് ആഘോഷിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് ജീവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പോയി സുവിശേഷം പഠിപ്പിക്കണം, ആ സുവിശേഷം നിങ്ങൾ ആഘോഷിക്കണം, ആ സുവിശേഷം നിങ്ങൾ ജീവിക്കണം. ഈ 3 തലങ്ങളിൽ മതബോധനം അല്ലെങ്കിൽ കാറ്റക്കേസിസ് എന്ന ശുശ്രൂഷ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞതിലെ, പഠിപ്പിക്കുക എന്ന് പറഞ്ഞതിലെ ഒരു യാഥാർത്ഥ്യമാണ് കാറ്റക്കേസിസ് അഥവാ മതബോധനം. അപ്പോൾ സഭയുടെ വിവിധ മിനിസ്ട്രികളിൽ, വ്യത്യസ്തങ്ങളായ മിനിസ്ട്രികളിൽ കാറ്റക്കേസിസിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 3 ശുശ്രൂഷകളും പഠിപ്പിക്കുക, ആഘോഷിക്കുക, ജീവിക്കുക. അതിനെ നമുക്ക് കാറ്റക്കേസിസ്, ലിറ്റർജി, വിറ്റ്നസിങ് എന്ന 3 പദങ്ങളിലൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ബോധനം, ആരാധന, സാക്ഷ്യം. ആദിമസഭയിൽ ഈ 3 ശുശ്രൂഷകളും പരസ്പരം ബന്ധിതമായിരുന്നു. ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് നിന്നിരുന്നു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു ഒഴുക്ക്, സ്വാഭാവികമായ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ബോധനം ആരാധനയിലേക്ക് നയിക്കപ്പെട്ടിരുന്നു. ആരാധനയിൽ നിന്നും സാക്ഷ്യത്തിലേക്ക്, ജീവിത സാക്ഷ്യത്തിലേക്ക് നയിക്കപ്പെട്ടിരുന്നു. ആദിമസഭയിൽ വിശ്വാസ പരിശീലന സംവിധാനത്തെക്കുറിച്ച് നമ്മളെ പഠിക്കുകയുണ്ടായി. കാറ്റക്യൂമിനേറ്റ്. അവിടെ ബോധനമെല്ലാം തന്നെ ആരാധനയിലേക്ക് നയിക്കപ്പെടുന്നതായിരുന്നു. 3ാമത്തെ തലത്തിൽ സാക്രമെൻ്റൽ കാറ്റക്കേസിസ്, കൂദാശയ്ക്ക് വേണ്ടിയുള്ള മതബോധനമായിരുന്നു അത്. കൂദാശയിലേക്ക് വ്യക്തികളെ നയിക്കുന്നതിന് വേണ്ടിയുള്ള മതബോധനം. അപ്പോൾ എല്ലാ മതബോധനവും കൂദാശയിലേക്ക് നയിക്കപ്പെടണം, അഥവാ ആരാധനയിലേക്ക് നയിക്കപ്പെടണം. ആരാധനയിൽ നിന്നത് സാക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടും. ഇവ തമ്മിലൊരു പരസ്പര ബന്ധം ഉണ്ടായിരുന്നു. ഒന്നും മറ്റൊന്നിലേക്ക് ഒഴുകിയെത്തുന്ന, ഒന്നും മറ്റൊന്നിലേക്ക് നയിക്കുന്ന ഈ മൂവ്മെൻറ്റ്സിനെ റെക്കറിങ് സൈക്കിൾ എന്ന് പറയും. ഒന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ഈ ഒരു ബന്ധം, ഒഴുക്ക് ആദിമസഭയിൽ നിലനിന്നിരുന്നു. എന്നാൽ 15ാം നൂറ്റാണ്ടോടുകൂടി, മധ്യ ശതകത്തോടുകൂടി ഈ 3 ശുശ്രൂഷകളും ഒറ്റപ്പെട്ട ശുശ്രൂഷകളായി മാറ്റപ്പെട്ടു. കാറ്റക്കേസിസ് അഥവാ മതബോധനം അതൊരു ശുശ്രൂഷയായിട്ട്, സെപ്പറേറ്റ് ശുശ്രൂഷയായിട്ട് കണ്ടു. ലിറ്റർജി, ആരാധന, അത് വേറൊരു ശുശ്രൂഷയായിട്ട് മനസ്സിലാക്കി. വിറ്റ്നസിങ്, സഭയുടെ ശുശ്രൂഷ മേഖലകൾ, ഇവ പരസ്പരം ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട ശുശ്രൂഷകളായി, കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ചെയ്യപ്പെട്ട ശുശ്രൂഷകളായി പരിഗണിച്ചു. അവയെല്ലാം ഒറ്റപ്പെട്ട ശുശ്രൂഷകളായി വളരുകയും ചെയ്തു. എന്നാൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സഭയ്ക്ക് കൂടുതൽ ബോധ്യം വരികയും ഇവ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ സഭ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇവ 3 തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ നമുക്ക് 2-3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും. ഒന്നാമതായിട്ട്, ആരാധനയ്ക്ക് മതബോധനം ആവശ്യമാണോ? ലിറ്റർജിക്ക് കാറ്റക്കേസിസ് ആവശ്യമാണോ? അതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധനം, കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, ഇപ്രകാരം പറയുന്നുണ്ട്. ലിറ്റർജിക്ക് മതബോധനം ആവശ്യമാണോ? സഭയുടെ സകല പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കുന്ന അത്യുച്ചസ്ഥാനവും അവളുടെ സർവശക്തിയും നിർഗളിക്കുന്ന ഉറവിടവുമാണ് ആരാധനക്രമം. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ മതബോധനത്തിനുള്ള പ്രധാന സ്ഥാനമാണ് ആരാധനക്രമം. ആരാധനക്രമപരവും കൂദാശപരവുമായ മുഴുവൻ ആഘോഷങ്ങളോടും മതബോധനം പ്രകൃത്യാ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ കൂദാശകളിൽ, പ്രത്യേകിച്ച് കുർബാനയിലാണ് മനുഷ്യരുടെ രൂപാന്തരീകരണത്തിനു വേണ്ടി യേശു ക്രിസ്തു സമൃദ്ധമായി പ്രവർത്തിക്കുന്നത്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1074 ഖണ്ഡിക. അപ്പോൾ മതബോധനം ആരാധനയുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. വത്തിക്കാൻ സുനോദോസിൻ്റെ ഡിക്രികളിൽ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പഠനം സാക്രോസാങ്ക്തും കൊഞ്ചിയിലും SC എന്ന് പറയും. അതിന് 7ാമത്തെ ഖണ്ഡികയിൽ പ്രകാരം പറയുന്നുണ്ട്. ആരാധനക്രമം എന്ന് പറയുന്നത് സഭയുടെ സുപ്രീം ആക്റ്റാണ്, ദ പ്രിൻസിപ്പൽ എക്സ്പ്രഷൻ, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സഭയുടെ ശുശ്രൂഷയാണ് ആരാധന. എന്നിട്ട് സൂചിപ്പിക്കുകയാണ്,
14 പ്രത്യേകം പറയുകയാണ്, ഫുൾ കോൺഷ്യസ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലിറ്റർജി ഈസ് നീഡഡ്. അതായത് പൂർണ്ണവും ബോധപൂർവവും സജീവവുമായ ആരാധനയ്ക്ക് മതബോധനം ആവശ്യമാണ്. വിശ്വാസികളെ സജീവവും പൂർണ്ണവും ബോധപൂർവമായ ആരാധനയിലേക്ക് നയിക്കണം. അതിന് മതബോധനം ആവശ്യമാണ്. അപ്പോൾ ആരാധനയെക്കുറിച്ച് അറിവില്ലാതെയാണ് ആഘോഷിക്കുന്നതെങ്കിൽ അത് അനുഷ്ഠാനമായി തരം താഴും, വെറും കർമ്മങ്ങളായി തരം താഴും. ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു റിച്വലിസം. അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമായി ആന്തരിക അർത്ഥം നഷ്ടപ്പെട്ട കുറേ അനുഷ്ഠാനങ്ങളായിട്ട് തരം താഴും. അതുപോലെ തന്നെ സജീവമായിരിക്കണം, അത് സമഗ്രമായിരിക്കണം. അതിനെല്ലാം മതബോധനം ആവശ്യമാണ്. ആരാധനയ്ക്ക് പുറത്ത് ആരാധനയെക്കുറിച്ച് കൃത്യമായ പഠിപ്പിക്കലുകൾ ആവശ്യമാണ്. ആരാധന ബോധപൂർവവും സജീവവും പൂർണ്ണവുമായിരിക്കണമെന്ന് സഭ പ്രത്യേകമായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് ആരാധനക്രമത്തിന് കാറ്റഗേസിസ് ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, മതബോധനത്തിന് ആരാധനയുടെ ആവശ്യമുണ്ടോ? ആരാധനയ്ക്ക് മതബോധനം വേണമെന്ന് പറഞ്ഞു. ഇനി മതബോധനത്തിന് ആരാധനയുടെ ആവശ്യമുണ്ട്, കാറ്റഗേസിസിന് ലിറ്റർജിയുടെ ആവശ്യമുണ്ടോ? നമുക്കറിയാം, മതബോധനം കാറ്റഗേസിസ് അതിൽ തന്നെ ഒരു അന്ത്യമല്ല, ലക്ഷ്യവുമല്ല. യേശുക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വത്തിലെ പിതാവും പരിശുദ്ധാത്മാവുമായും ആഴമായ ബന്ധത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് മതബോധനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഈ ബന്ധം പൂർണ്ണമാകുന്നത് ആരാധനയിലൂടെയാണ്. അതുകൊണ്ട് മതബോധനത്തിന് ആരാധന ആവശ്യമാണ്. എല്ലാ മതബോധനവും ആരാധനയിലേക്ക് നയിക്കപ്പെടണം. ദൈവാരാധനയിലേക്ക് നയിക്കപ്പെടാത്ത ഒരു ബോധനവും മതബോധനമാകത്തില്ല. എവരി കാറ്റഗേസിസ് ഷുഡ് ലീഡ് ടു വർഷിപ്പ്. എല്ലാ ബോധനവും ആരാധനയിലേക്ക് നയിക്കപ്പെടണം. അല്ല എങ്കിൽ അത് ഇൻ്റലക്ച്വലിസമായി തരം താഴ്ത്തപ്പെടും. ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ഇൻ്റലക്ച്വലിസം. ബൗദ്ധിക വ്യാപാരമായിട്ട് അത് തരം താഴപ്പെടും. മതബോധനം ആരാധനയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നില്ലെങ്കിൽ അതിനെ സൺഡേ സ്കൂൾ എന്ന് പറയാൻ സാധിക്കുകയില്ല. പിന്നെയോ അത് വെറും മൺഡേ സ്കൂളാകും. എന്താണ് മൺഡേ സ്കൂളും സൺഡേ സ്കൂളും തമ്മിലുള്ള വ്യത്യാസം? മൺഡേ സ്കൂളിൽ നമ്മൾ കണക്ക് പഠിക്കും, സയൻസ് പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, വിവിധ ശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ പഠിക്കും. അതെല്ലാം ഇൻഫോർമേഷനാണ്. ആ ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. എന്തുമാത്രം അറിവ് നേടുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ സൺഡേ സ്കൂളിൽ അതല്ല, കാറ്റഗേസിസിൽ അതല്ല, അതുമാത്രമല്ല. അതിൻ്റെ അകത്ത് ഇൻഫോർമേഷനുണ്ട്, അതിന് പ്രധാന 1-ാം സ്ഥാനമുണ്ട്. എന്നാൽ ഈ ഇൻഫോർമേഷൻ ഫോർമേഷനിലേക്ക് നയിക്കപ്പെടണം, രൂപീകരണത്തിലേക്ക്, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിലേക്ക് നയിക്കപ്പെടണം, രൂപാന്തരീകരണത്തിലേക്ക്, ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കപ്പെടണം. ഇൻഫോർമേഷൻ ഷുഡ് ലീഡ് ടു ഫോർമേഷൻ, ഫോർമേഷൻ ഷുഡ് ലീഡ് ടു ട്രാൻസ്ഫോർമേഷൻ. ഒരു വ്യക്തിയെ അറിവിൽ മാത്രം തളച്ചു നിർത്തുന്നതല്ല, പിന്നെയോ ഒരു വ്യക്തിയുടെ രൂപീകരണവും രൂപാന്തരീകരണവും കാറ്റഗേസിസ്, മതബോധനം, സൺഡേ സ്കൂൾ ലക്ഷ്യം വെക്കും. അതുകൊണ്ട് ആരാധനയിലേക്ക് നയിക്കപ്പെടാത്ത, രൂപീകരണത്തിലേക്കും രൂപാന്തരീകരണത്തിലേക്കും നയിക്കപ്പെടാത്ത ബോധനം മതബോധനമാകില്ല. അതുകൊണ്ട് ലിറ്റർജിയും കാറ്റഗേസിസും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട്, മതബോധനം ആരാധനയിലേക്ക് നയിക്കപ്പെടണമെന്ന് പറഞ്ഞു. ആരാധനയും അതിൽ തന്നെ അന്ത്യമല്ല. ആരാധന സാക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നതായിരിക്കണം. അതായത് എവരി കാറ്റഗേസിസ് ഷുഡ് ലീഡ് ടു വർഷിപ്പ് ആൻഡ് എവരി വർഷിപ്പ് ഷുഡ് ലീഡ് ടു വിറ്റ്നസിങ്. എല്ലാ ബോധനവും ആരാധനയിലേക്കും സാക്ഷ്യത്തിലേക്കും നയിക്കപ്പെടുന്നതായിരിക്കും. ബോധനത്തിൽ നിന്നും ആരാധനയിലേക്കും, ആരാധനയിൽ നിന്ന് സാക്ഷ്യത്തിലേക്കും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. അതിനാണ് നമ്മൾ റെക്കറിങ് സൈക്കിൾ എന്ന് ആദ്യം പഠിച്ചത്. ഇവ മൂന്നും പരസ്പരം ബന്ധിതമായിരിക്കുന്നു. ഇവ മൂന്നും ഒറ്റപ്പെട്ട യാഥാർത്ഥ്യങ്ങളല്ല, ഒരു യാഥാർത്ഥ്യത്തിൻ്റെ 3 തലങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു വേദഭാഗം നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ ഉചിതമാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് ഈ 3 യാഥാർത്ഥ്യങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവ 3 തമ്മിലുള്ള ആഴപ്പെട്ട ബന്ധവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാവുന്ന പോലെ കർത്താവിൻ്റെ മരണ ഉത്ഥാനത്തിന് ശേഷം 2 ശിഷ്യന്മാർ,
അപ്പസ്തോലന്മാരല്ല, 2 ശിഷ്യന്മാർ. അവർ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് വളരെ നൊമ്പരപ്പെട്ട് തങ്ങളുടെ നാഥനും ഗുരുവുമായ യേശു അപമാനിതനായി ക്രൂശിക്കപ്പെട്ട നൊമ്പരവും പേറി ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ നീണ്ട യാത്രയിൽ അവരെ മ്ലാനവതരായിരുന്നു എന്ന് സുവിശേഷം പറയുന്നുണ്ട്. അവർ പ്രഭാതത്തിൽ യാത്ര തുടർന്നു. സാവധാനമാണ് അവർ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുക. യാത്രാമധ്യേ ഒരു അപരിചിതൻ അവരോടൊപ്പം നടക്കാൻ വന്നു. അത് യേശുവാണ്, നമുക്കറിയാം. യേശു അവരോടൊപ്പം നടന്നു. എന്നിട്ട് യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ ചർച്ചാ വിഷയം എന്താണ്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് വേദനിക്കുന്നത്? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വഴിയിൽ വെച്ച് അവനവരെ പഠിപ്പിച്ചു. കർത്താവ് ചോദിച്ചപ്പോൾ അവരുടെ വിഷമങ്ങളെല്ലാം അവർ പറഞ്ഞു. നീ ഇതൊന്നും അറിയാത്ത അപരിചിതനാണ്. നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ അവൻ്റെ അതിദാരുണമായ ക്രൂശുമരണം അത് ഞങ്ങളെ തകർത്തു കളഞ്ഞു. ഉദ്ധിതൻ കൂടെ നടന്നിട്ടും ക്രൂശിതനെ ഓർത്ത് വിലപിക്കുന്ന ശിഷ്യന്മാർ. അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ വഴിയിൽ വെച്ച് അവനവരെ പഠിപ്പിച്ചു. മോശെ മുതലുള്ള പ്രവാചകന്മാരെ കോട്ട് ചെയ്ത് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ പഠിപ്പിക്കൽ രീതിയെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് ദൈവം എത്ര ഉണ്ട്, ദൈവത്തിൽ എത്ര ആളുണ്ട് എന്നുള്ള ഡോഗ്മാറ്റിക് തിയോളജിയൊന്നുമല്ല, വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല കർത്താവ് പഠിപ്പിച്ചത്. പിന്നെന്താ പഠിപ്പിച്ചത്? കർത്താവ് അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത്? നിങ്ങളുടെ പ്രതിസന്ധി എന്താണ്? അതിന് പറയുന്ന പേരാണ് പ്രോബ്ലം ഓറിയൻറ്റഡ് കാറ്റക്കേസിസ്, പ്രശ്നാധിഷ്ഠിത മതബോധനം. ഞാൻ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുക, എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുക. അപ്പോൾ എനിക്ക് എൻ്റെ താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത പൊതുവിഷയങ്ങൾ പറയുമ്പോൾ എനിക്ക് അത്രയും താല്പര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പ്രശ്നാധിഷ്ഠിത മതബോധനം, കർത്താവ് ഓരോ വ്യക്തിയുടെയും പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നാണ് അവരെ പഠിപ്പിക്കുക. നിങ്ങളുടെ പ്രതിസന്ധി എന്താണ്, പ്രശ്നം എന്താണ്? അവരെക്കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പറയിപ്പിച്ചു. അത് കർത്താവ് കേട്ടു. അതിന് പരിഹാരമായി അവൻ ആദ്യം അവർക്ക് നൽകിയത് ദൈവത്തിൻ്റെ വചനമാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കർത്താവ് അവർക്ക് കൊടുത്തത് കർത്താവിൻ്റെ വചനം മുറിച്ചു കൊടുത്തു. മോശെ മുതലുള്ള പ്രവാചകന്മാരെ കോട്ട് ചെയ്ത് അവനവരെ വഴിയിൽ പഠിപ്പിച്ചു. അപ്പോൾ അവർ ഹൃദയം ജ്വലിച്ചിരുന്നു. 1-ാമത്തെ രംഗം ഇവിടെ അവസാനിക്കുകയാണ്. വഴിയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ടീച്ച്. 2-ാമത്തെ രംഗം സന്ധ്യയായപ്പോൾ അവർ അവരുടെ ഭവനത്തിലെത്തി. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഗസ്റ്റിനെ അവർ സ്വീകരിക്കും, അവർക്ക് താമസിക്കാൻ ഇടം കൊടുക്കും, ആഹാരം കൊടുക്കും. അപരിചിതനെ കൂടെ കൂട്ടി സന്ധ്യയായപ്പോൾ അവർ ഭക്ഷണത്തിനിരുന്നു. അപ്പം മുറിച്ച് ഭക്ഷിച്ചപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. ആത്മീയഗുരുക്കന്മാർ പറയും, അവൻ അപ്പമായി തീർന്നു, അവൻ അപ്പത്തിലേക്ക് ചുരുങ്ങപ്പെട്ടു. അപ്പം ഭക്ഷിച്ചപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ നമ്മോട് വചനം പ്രഘോഷിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? വഴിയിൽ വെച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചതും അനുഭവിച്ചതും ആരാധനയിലാണ്. 2-ാമത്തെ രംഗം അവിടെയാണ്. ആരാധനയിൽ അവർ കർത്താവിനെ അനുഭവിച്ചു. വഴിയിൽ വെച്ച് അവനവരെ പഠിപ്പിച്ചു. 2-ാമത്തേത് ആരാധന. കർത്താവേ, നാഥ, ഞങ്ങളോടൊത്ത് വസിച്ചാലും എന്നൊരു പറഞ്ഞു. അവൻ അവരിൽ നിന്നും അപ്രത്യക്ഷനായി. 2-ാമത്തെ രംഗം ആണ് ആരാധന. വഴിയിൽ വെച്ച് അവരറിഞ്ഞത് ആരാധനയിൽ അവർക്ക് അനുഭവമായി. രാത്രി അവരെ ക്ഷീണിച്ചാണ് വന്നത്, പക്ഷേ രാത്രിയിൽ അവരവിടെ കിടന്നുറങ്ങിയില്ല. ഉടനെ അവർ തിരിച്ചു പോവുകയാണ്. വന്നതിൻ്റെ 3 ഇരട്ടി സ്പീഡിലാണ് അവർ തിരികെ പോകുന്നത്. ആ രാത്രിയിൽ തന്നെ അവരവിടെ എത്തി. അപ്പസ്തോലന്മാരെ കണ്ടു. കർത്താവിനെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം ഒരു പങ്കുവെച്ചു. അതാണ് സാക്ഷ്യം. ഇപ്പം 3-ാമത്തെ തലമാണ് സാക്ഷ്യം. കർത്താവിനെ പഠിച്ചു, കർത്താവ് അവർക്ക് അനുഭവമായി, അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, സാക്ഷ്യമായി. അപ്പോൾ ഇത് 3ഉം പരസ്പരം ബന്ധിതമായി നമുക്ക് കാണാൻ സാധിക്കും. ബോധനം ആരാധനയിലേക്കും ആരാധന സാക്ഷ്യത്തിലേക്കും നയിക്കപ്പെടണം. ഇവിടെ ഇത് 3 നമുക്ക് ഒന്നിച്ച് അനുഭവമായി തീരുന്ന നമുക്ക് മനസ്സിലാകും. യേശുവിനെക്കുറിച്ചുള്ള അറിവ് യേശുവിനെക്കുറിച്ചുള്ള ആരാധനയിലേക്കും അനുഭവത്തിലേക്കും നയിക്കപ്പെടണം. അത് ജീവിതത്തിൻ്റെ സാക്ഷ്യമായി, ശുശ്രൂഷയായി അത് തീരണം. അതുകൊണ്ട് ബോധനം ആരാധനയിലേക്കും തുടർന്ന് സാക്ഷ്യത്തിലേക്കും നയിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമായി തീരണം. ഈ 3 യാഥാർത്ഥ്യങ്ങളും പരസ്പരം ബന്ധിതമാണ്, ഇഴചേർന്നിരിക്കുന്നു എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചത് സഭയുടെ 3 അടിസ്ഥാന ദൗത്യത്തെക്കുറിച്ചായിരുന്നു.
ടീച്ച്, സെലിബ്രേറ്റ് ആൻഡ് ലീവ്, കാറ്റഗേസിസ്, ലിറ്റർജി ആൻഡ് വിറ്റ്നസിങ്. മതബോധനം, ആരാധന, ജീവിത സാക്ഷ്യം. ഈ 3 ദൗത്യങ്ങളെ സഭ പരമ്പരാഗതമായി മനസ്സിലാക്കുക യേശുവിൻ്റെ ത്രിവിധ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. യേശുവിൻ്റെ 3 ദൗത്യങ്ങളാണ് പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യങ്ങൾ. എന്തുകൊണ്ടാണ് യേശുവിന് 3 ദൗത്യങ്ങളുള്ളത്? കാരണം യേശു പ്രവാചകനും പുരോഹിതനും രാജാവുമായതിനാൽ യേശുവിന് ഈ 3 ദൗത്യങ്ങളുണ്ട്. ഈ 3 ദൗത്യങ്ങളും യേശു ഉത്ഥാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാർക്ക് ഫലമേൽപ്പിച്ച് നൽകി. അതുകൊണ്ടാണ് ഈ 3 ദൗത്യങ്ങൾ സഭ നിർവഹിക്കുക. പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗമായി സഭ പഠിപ്പിക്കുന്നു. പുരോഹിത ദൗത്യത്തിൻ്റെ ഭാഗമായി സഭ അത് ആരാധനയുടെ ഭാഗമാക്കുന്നു, വിശുദ്ധീകരണ പ്രക്രിയ നിർവഹിക്കുന്നു. രാജകീയ ദൗത്യവുമായി ബന്ധപ്പെട്ട് അത് ശുശ്രൂഷയുടെ ഭാഗമായി അത് ശുശ്രൂഷയായിട്ടും അതുപോലെ തന്നെ സഭ നയിക്കുന്ന ശുശ്രൂഷയായിട്ടും സഭ അതിനെ കാണുന്നു. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ 3 ശുശ്രൂഷകളെ യേശുവിൻ്റെ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യത്തോട് പ്രൊഫറ്റിക്, പ്രീസ്റ്റ്ലി ആൻഡ് കിങ്ലി മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് സഭ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. യേശു പ്രവാചകനും പുരോഹിതനും രാജാവുമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യേശു പുരോഹിതനാണെങ്കിൽ ആരാണ് യേശുവിന് പട്ടം കൊടുത്തത്? യേശു തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും താൻ പുരോഹിതനാണെന്ന് പറഞ്ഞിട്ടില്ല. യേശു ഒരുപക്ഷെ തൻ്റെ പരിശീലനത്തിൽ കൂടുതൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളതും പുരോഹിതരെയാണ്. അങ്ങനെ ഉള്ള അവസരത്തിൽ എന്തുകൊണ്ടാണ് യേശു പുരോഹിതനാണെന്ന് നാം പറയുക? അത് സത്യമാണ്. യേശുവിന് എവിടുന്ന് കിട്ടി ഈ ത്രിവിധ ദൗത്യങ്ങൾ? യേശു ആര് എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി ശിഷ്യന്മാർ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പത്രോസ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പത്രോസ് പറയുന്ന മറുപടി നമുക്ക് വ്യക്തമാണ്. ജനങ്ങളതിനെക്കുറിച്ച് എന്തു പറയുന്നു? പ്രവാചകന്മാരിൽ ഒരുവൻ, ഏലിയ, ജെറമിയ, അങ്ങനെ പല ഉത്തരങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് വ്യക്തമായി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, അഥവാ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, മിശിഹായാണ്. 2 ഡിക്ലറേഷനാണ് പത്രോസ് നടത്തുക. ഒന്നാമതായിട്ട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. രണ്ടാമത് പറഞ്ഞു നീ മിശിഹായാണ്. മിശിഹ എന്ന ഹീബ്രു വാക്കിൻ്റെ ഗ്രീക്കാണ് ക്രിസ്തു എന്നുള്ള പദം, ക്രൈസ്റ്റ്. നമുക്കറിയാം പത്രോസിനോട് യേശു പറയുന്നുണ്ട്, ഇത് മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. നീ പറഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങൾ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. കർത്താവ് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഈ 2 ടൈറ്റിലിനെയും കർത്താവ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ദൈവപുത്രൻ എന്നുള്ള ടൈറ്റിലും മിശിഹ എന്നുള്ള ടൈറ്റിലും കർത്താവ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതിനെ കർത്താവ് നിഷേധിച്ചില്ല. അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് സ്വർഗത്തിൻ്റെ വെളിപാട് എപ്പോഴും അങ്ങനെ ആയിരുന്നു. നമുക്കറിയാം കർത്താവിൻ്റെ മാമോദീസായിൽ മത്തായി 3:17 ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. താബോർ മലയിൽ വെച്ച് നടന്ന രൂപാന്തരീകരണത്തിലും മത്തായി 17:5 ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. അപ്പോൾ ദൈവപുത്രനാണെന്ന് സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായി യേശു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ പുത്രനാണ്, പിതാവിൻ്റെ തന്നെ സമസത്തയാണ്. പ്രകാശത്തിനുള്ള പ്രകാശം, സത്യദൈവത്തിനുള്ള സത്യദൈവം, പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രൻ. അവൻ ആരംഭവുമില്ല അവസാനവുമില്ല. അപ്പോൾ ദൈവപുത്രനാണ് യേശു. ഒന്നാമത്തെ യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഡിക്ലറേഷൻ, അവൻ മിശിഹായാണ്. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ, ദ അനോയിൻറ്റഡ് വൺ, പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞവൻ. ഇസ്രായേൽ പശ്ചാത്തലത്തിൽ 3 കൂട്ടരെയാണ് അഭിഷേകം ചെയ്തിരുന്നത്, പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും. അപ്പോൾ യഹൂദ ജനം മിശിഹ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ദി അനോയിൻറ്റഡ് വൺ, അഭിഷിക്തൻ വരുമെന്ന്, മിശിഹ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഏത് മിശിഹായാണ്? അവർക്കറിവുള്ള ഏലിയായേക്കാൾ വലിയ പ്രവാചകൻ, അഹറോനേക്കാൾ വലിയ പുരോഹിതൻ, ദാവീദിനേക്കാൾ വലിയ രാജാവ്. ഈ അഭിഷേകത്തിൻ്റെ മൂർത്തീഭാവമായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും മൂർത്തീഭാവമായിരിക്കുന്ന ദി അനോയിൻറ്റഡ് വൺ, അഭിഷിക്തൻ മിശിഹ വരും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. പത്രോസ് അതാണ് ഡിക്ലെയർ ചെയ്തത്, പ്രഖ്യാപിച്ചത്. നീ മിശിഹായാണ്. മിശിഹായാണെന്ന് പറഞ്ഞതോടുകൂടി
അനാദിയിലെ ദൈവപുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചെങ്കിൽ അനാദിയിലെ ജനിച്ച ദൈവപുത്രൻ തന്നെ മിശിഹായാണ്. അവൻ ജനിച്ചപ്പോഴും മിശിഹായാണ്. മിശിഹായാണെങ്കിൽ അവൻ അഭിഷിക്തനാണ്. അഭിഷിക്തനാണെങ്കിൽ അവൻ പ്രവാചകനും പുരോഹിതനും രാജാവുമാണ്. അപ്പോൾ യേശുവിന് പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ലഭിച്ചത് അവൻ മിശിഹായായതുകൊണ്ടാണ്. അത് അവൻ അനാദിയിലെ പിതാവിൽ ജനിച്ചപ്പോൾ തന്നെ അവൻ മിശിഹായാണ്, ദൈവപുത്രനാണ്. അതുകൊണ്ടാണ് യേശു പ്രവാചകനും പുരോഹിതനും രാജാവുമായിരിക്കുന്നത്. അല്ലാതെ യേശുവിനാരും പ്രത്യേകം പട്ടമൊന്നും കൊടുത്തില്ല. എന്നാൽ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പുരോഹിതരെ കുറ്റപ്പെടുത്തിയതെന്നൊക്കെ നമ്മൾ ചോദിക്കും. നമുക്കറിയാം, യേശുവിൻ്റെ പൗരോഹിത്യം ലേവായ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടതല്ല. യേശുവിൻ്റെ പൗരോഹിത്യം മിശിഹായിക്കടുത്ത പൗരോഹിത്യമാണ്. യേശു ലേവായ ഗോത്രത്തിൽപ്പെട്ടവനല്ല, യേശു യൂദാ ഗോത്രത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യം നിത്യമാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും നിത്യപുരോഹിതനാണ്. അപ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യം ലേവായ പൗരോഹിത്യത്തിന് ലഭിച്ചതല്ല, പിന്നെയോ അവൻ മിശിഹായായതുകൊണ്ട് അവൻ നിത്യപുരോഹിതനാണ്. ലേവായ പൗരോഹിത്യത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ടാണ് കർത്താവ് ലേവായ പൗരോഹിത്യ ശുശ്രൂഷകളൊന്നും തന്നെ നിർവഹിച്ചില്ല. എന്നാൽ യേശു നിത്യപുരോഹിതനായതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പുരോഹിത ശുശ്രൂഷ നിർവഹിച്ചു. വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. അതിലൊന്നാമത്തേതാണ് പാപമോചനം നൽകി. പൗരോഹിത്യത്തിൻ്റെ ഒന്നാമത്തെ തലം അതാണ്. പൗരോഹിത്യവും പാപമോചനവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ജീവിതകാലത്ത് പാപമോചനം നൽകി. പാപിനിക്ക് പാപമോചനം നൽകി. നിരവധി വ്യക്തികളുടെ പാപങ്ങൾ ക്ഷമിച്ചു. വിശുദ്ധീകരണം പൗരോഹിത്യ ശുശ്രൂഷയാണ്. അതുപോലെ നിരവധി പേരെ വിശുദ്ധീകരിച്ചു. അവസാനം പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തീകരിച്ചത് കാൽവരിയിൽ ബലിയർപ്പിച്ചുകൊണ്ട്. അവൻ ബലിവസ്തുവായും ബലി അർപ്പിക്കുന്നവനായും ബലി സ്വീകരിക്കുന്നതിനുമായി നിന്നുകൊണ്ട് കാൽവരിയിൽ അവൻ പുരോഹിത കർമ്മം പൂർത്തീകരിച്ചു, ബലിയർപ്പിച്ചു. അതുകൊണ്ടാണ് യേശു തൻ്റെ ജീവിതകാലത്ത് പുരോഹിത ശുശ്രൂഷ നിർവഹിച്ചു. അവസാനം പുരോഹിത ശുശ്രൂഷയുടെ പൂർത്തീകരണമായ ബലിയർപ്പണവും നിർവഹിച്ചു. അതുകൊണ്ട് അവൻ എന്നേക്കും നിത്യപുരോഹിതനാണ്. യേശു പ്രവാചകനും പുരോഹിതനും രാജാവുമായതുകൊണ്ട് ഈ ത്രിവിധ ദൗത്യങ്ങൾ യേശു പർദീസായിൽ വെച്ച് ആദത്തിന് നൽകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. സൃഷ്ടികർമ്മവും രക്ഷാകര കർമ്മവും പൂർത്തീകരണവും പരിത്രാണവുമെല്ലാം തൃത്വത്തിലെ ഓരോ വ്യക്തികൾക്കായിട്ട് ഇങ്ങനെ വേർതിരിച്ചു കൊടുത്തിരിക്കുന്നു. സൃഷ്ടി പിതാവ് നടത്തി, പുത്രൻ രക്ഷ നടത്തി, പരിശുദ്ധാത്മാവ് പരിത്രാണം പൂർത്തീകരണം നടത്തുന്നു. ഒരാശയത്തിൽ അത് ശരി തന്നെയാണ്. എങ്കിലും സഭ അതിനെ മനസ്സിലാക്കുന്നത് കുറേ കൂടി വ്യാപകമായ അർത്ഥത്തിലാണ്. സൃഷ്ടികർമ്മവും രക്ഷാകര കർമ്മവും പൂർത്തീകരണവും എല്ലാം നടത്തുന്നത് തൃത്വൈക ദൈവം കൂട്ടായിട്ടാണ്. തൃത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ പ്രവർത്തനമായിട്ടാണ് സഭ അതിനെ മനസ്സിലാക്കുക. അതായത് പിതാവാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. ദ ഫാദർ ഈസ് ദി ആർക്കെ, ദ പ്രിൻസിപ്പൽ സോഴ്സ്. പിതാവിൽ നിന്നാണ് പുത്രൻ ജനിക്കുക, പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുക, പിതാവിൽ നിന്നാണ് എല്ലാ ഇച്ഛകളും രൂപപ്പെടുക. പിതാവിൻ്റെയാണ് എല്ലാ ഇച്ഛകളും. പിതാവിൻ്റെ ഇച്ഛ പുത്രൻ തമ്പുരാൻ നിവർത്തിക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അതിനോട് ചേർന്ന് അതിനെ പൂർത്തീകരിക്കുന്നു. അപ്പം പിതാവിൻ്റെ ഇച്ഛപ്രകാരം പുത്രൻ തമ്പുരാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നു. അപ്പോൾ സൃഷ്ടിയിലും രക്ഷയിലും പരിത്രാണത്തിലും പൂർത്തീകരണത്തിലുമെല്ലാം തൃത്വത്തിലെ 3 വ്യക്തികളും ഇൻവോൾവാണ്, സഹകരിച്ചാണ് പ്രവർത്തിക്കുക. പിതാവിൻ്റെ ഇച്ഛപ്രകാരം പുത്രൻ തമ്പുരാനാണ് എല്ലാം നിർവഹിക്കുക പരിശുദ്ധാത്മാവിനോട് ചേർന്ന്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ പുത്രൻ തമ്പുരാനാണ് അത് നിർവഹിക്കുക. പുത്രൻ തമ്പുരാൻ തൻ്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി. പിതാവിൻ്റെ 2 കരങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും എന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇരേനേവൂസ് പഠിപ്പിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തെ 2 കരങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ പുത്രൻ തൻ്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി. ഇരേനേവൂസ് വീണ്ടും പറയുന്നുണ്ട്, പുത്രൻ തമ്പുരാൻ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കാൻ ആരംഭിച്ചപ്പോൾ ഏത് രൂപത്തിലാണ് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കേണ്ടത്? താൻ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ താൻ എടുക്കാൻ പോകുന്ന രൂപം മുമ്പിൽ കണ്ടുകൊണ്ട് മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തി. താൻ എടുക്കാൻ പോകുന്ന മുഖമാണ് മനുഷ്യന് കൊടുത്തത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും മുഖം യേശുവിൻ്റെ മുഖമാണ്. ഈ ലോകത്തിൽ ജനിച്ചതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് മാൻ,
ഏറ്റവും പൂർണ്ണതയുള്ള വ്യക്തി യേശുവാണ്. ആ രൂപത്തിലാണ് മനുഷ്യനെ പർദീസായിൽ സൃഷ്ടിച്ചത്, ആദത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ നാം വേറൊരു വ്യക്തിയെ കാണുമ്പോൾ, ഞാൻ വേറൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ മുഖം യേശുവിൻ്റെ മുഖമാണ് നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ മുഖമാണ് നമ്മൾ തിരിച്ചറിയണം. സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കുന്നുണ്ട്: സ്വന്തം ഛായയിലും സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യൻ്റെ ദുസ്ഥിതി കണ്ട് അവനെ രക്ഷിക്കുവാൻ മനുഷ്യാവതാരം ചെയ്തു, കുരിശുമരണം ഏറ്റു. അപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി, എന്നിട്ട് പർദീസായിൽ വെച്ച് അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസമൂതുക എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതിൻ്റെ അടയാളമാണ്, അഭിഷേകം കൊടുക്കുന്നതിൻ്റെ അടയാളമാണ്. പുത്രൻ തമ്പുരാൻ തൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ ആദാമിനെ ഏൽപ്പിക്കുകയാണ്. ആദാമിനെ പർദീസായിൽ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി വാഴിച്ചു. ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനകളെല്ലാം അത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെള്ളിയാഴ്ച ആദാമിനെ പർദീസായിൽ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി വാഴിച്ചു. ഈ വെള്ളിയാഴ്ച അവൻ പഴം പറിച്ചു തിന്നതിനാൽ പുരോഹിത പ്രവാചക രാജകീയ ദൗത്യം അവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ പർദീസായിൽ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി അവനിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം കൊടുത്തപ്പോൾ അവനെ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി. ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിർവഹിക്കുവാൻ ആദാമിനെ ഫലമേൽപ്പിച്ചു. എന്നാൽ ആദി മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർക്ക് ഈ അഭിഷേകം നഷ്ടമായി, പരിശുദ്ധാത്മാവ് നഷ്ടമായി. ഈ ത്രിവിധ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ അവർക്ക് ശക്തിയില്ലാതായിത്തീർന്നു. അവർ പർദീസായ്ക്ക് പുറത്തേക്ക് തള്ളപ്പെട്ടു. ഉൽപ്പത്തി 6:3 എൻ്റെ ആത്മാവിനെ മനുഷ്യൻ വസിക്കുകയില്ല, മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് അബൈഡ് ഇൻ മേൻ. ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യനെ നോക്കി ദൈവം വിലപിക്കുകയാണ്. എന്നാലും ദൈവം അവരെ തള്ളിക്കളയാൻ ആഗ്രഹിച്ചില്ല. ദൈവം അവരെ രക്ഷിക്കാനായി പദ്ധതി ഒരുക്കി. അബ്രഹാമിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, ഇസ്രായേൽ ജനത്തിലൂടെ. കർത്താവ് മോശയെ പ്രത്യേകം വിളിച്ച് സീനായി മലയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് മോശയുമായും ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി കർത്താവ് നിർവഹിക്കുകയാണ്. എന്താണ് ഉടമ്പടി? ഈ ഉടമ്പടിയിലൂടെ ദൈവം അവരെ പ്രത്യേക ഗണമായി, ഗോത്രമായി, സമൂഹമായി തന്നോട് ചേർത്ത് നിർത്തി. അവർ തമ്മിൽ ഉടമ്പടി, സ്നേഹത്തിൻ്റെ ഉടമ്പടി അവിടെ നിർവഹിക്കുകയാണ്. ആ സമയത്ത് മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ഭാഗികമായി നൽകി, പൂർണ്ണമായി നൽകിയില്ല. കാരണം പൂർണ്ണമായി നൽകുവാൻ മാത്രം ആദാമ്യ പാപത്തിൻ്റെ ഫലം അനുഭവിച്ച് ജീവിക്കുന്ന മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും അത് സ്വീകരിക്കുവാൻ സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് ഈ ദൗത്യം ഭാഗികമായി മോശയെ ഏൽപ്പിച്ചു. മോശ ഈ ദൗത്യം അഹ്റോനും തുടർന്ന് ഉള്ളവർക്കും നൽകി. നമ്മൾ പുരോഹിതർക്ക് പട്ടം കൊടുക്കുന്ന ശുശ്രൂഷയിൽ ഇപ്രകാരം പാടുന്നുണ്ട്: സീനായ് മലമേൽ താണുത്തി കൈവപ്പേകി മൂശയ്ക്കായി, മൂശ തുടർന്ന് അഹ്റോനേകി, യൂഹാനോൻ വരെയും വന്നു. സീനായ് മലയിൽ മോശയ്ക്ക് കൈവപ്പ് കൊടുത്തു. പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം മോശയെ ഏൽപ്പിച്ചു. മോശയത് അഹ്റോൻ നൽകി. അഹ്റോനിലൂടെ അത് തുടർന്ന് സ്കറിയാവരെയും അവസാനം യോഹന്നാൻ സ്നാപകൻ വരെയും അത് തുടർന്നു. അവസാനത്തെ പ്രവാചകനും പുരോഹിതനും രാജാവുമായിരുന്നു യോഹന്നാൻ. മത്തായിയുടെ സുവിശേഷം 11:13 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പ്രവാചകന്മാരും നിയമവും യോഹന്നാൻ വരെയായിരുന്നു. യോഹന്നാനിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു. യോഹന്നാൻ യേശുവിന് മാമോദീസ നൽകാനായി യോർദാൻ നദിയിൽ നിൽക്കുമ്പോൾ യേശുവിനെ ആദ്യമായി അന്നാണ് കാണുന്നതെന്നാണ് പിതാക്കന്മാർ സാക്ഷിക്കുക. പ്രത്യേകിച്ച് ജേക്കബ് ഓഫ് സാറൂഹ് യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ യോഹന്നാന് മനസ്സിലായി, ഇവനാണ് ദൈവപുത്രൻ, ഇവനാണ് മിശിഹ. യേശുവിൽ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യത്തിൻ്റെ പൂർണ്ണത യോഹന്നാൻ കാണുകയാണ്. പൂർണ്ണതയുള്ള പ്രവാചകനെയും പുരോഹിതനെയും രാജാവിനെയും യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാൻ മാമോദീസ സമയത്ത് തൻ്റെ കരങ്ങൾ യേശുവിൻ്റെ ശിരസിൽ വെച്ച് പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യഥാർത്ഥ പ്രവാചകനും പുരോഹിതനും രാജാവുമായ യേശുവിന് തിരിച്ചു നൽകി. അങ്ങനെ ഭാഗികമായി സീനായ് മലയിൽ മോശയ്ക്ക് നൽകിയ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യോഹന്നാൻ യേശുവിനെ തിരിച്ചു നൽകി. അങ്ങനെ യേശു
മോശയ്ക്ക് കൊടുത്ത പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിർത്തലാക്കി. യേശു അതെല്ലാം യോഹന്നാനിൽ നിന്നും തിരികെ സ്വീകരിച്ചു. ഇതിനെക്കുറിച്ച് അന്ത്യോക്യൻ ആരാധനക്രമത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ദനഹായുടെ രാത്രി 2-ാം കൗമായുടെ സദറ പ്രാർത്ഥനയിൽ ഇപ്രകാരം നാം വായിക്കുന്നു: മത്സരമുള്ള ജനത്തിൽ നിന്ന് നിന്റെ സ്നാപകൻ വഴിയായി നീ തിരിച്ചെടുത്ത ആ പൗരോഹിത്യം ഞങ്ങൾക്ക് തരുവാൻ വന്ധ്യാപുത്രൻ്റെ വലതുകരം നിന്റെ തലയിൽ നീ സ്വീകരിച്ചു. നോക്കുക, നീ തിരിച്ചെടുത്ത ആ പൗരോഹിത്യം ഞങ്ങൾക്ക് തരുവാൻ വന്ധ്യാപുത്രൻ്റെ വലതുകരം നിന്റെ തലയിൽ നീ സ്വീകരിച്ചു. യോഹന്നാൻ യേശുവിൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യേശുവിന് തിരിച്ചു നൽകി. മനുഷ്യവംശത്തിനത് പൂർണ്ണമായി തിരികെ കൊടുക്കാൻ. അങ്ങനെ യേശു ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തിരിച്ചെടുത്തു. അങ്ങനെ സീനായ് മലയിൽ മോശയ്ക്ക് ഭാഗികമായി നൽകിയ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യങ്ങൾ എന്നേക്കുമായി നിർത്തലാക്കി. എന്നിട്ട് പുതിയ നിയമത്തിലെ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ആരംഭിച്ചു. ഭൂമിയുടെ നടുവിൽ നാട്ടിയ കുരിശിൽ യേശു മനുഷ്യവംശത്തിന് മുഴുവൻ പാപപരിഹാര ബലിയർപ്പിച്ച് മനുഷ്യവംശത്തെ പൂർണ്ണമായി റെസ്റ്റോർ ചെയ്തു. പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. മരിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ ദൗത്യം അവരെ ഏൽപ്പിക്കുകയാണ്. ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ആദാമിന് കൊടുത്ത അതേ ദൗത്യം, ഭാഗികമായി മോശയ്ക്ക് കൊടുത്ത ദൗത്യം, യോഹന്നാനിൽ നിന്നും തിരിച്ചെടുത്ത ഈ ദൗത്യം പൂർണ്ണമായി അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം: യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പർദീസായിൽ ആദത്തിൻ്റെ മൂക്കിൽ നിശ്വസിച്ച അതേ നിശ്വസനം അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അപ്പസ്തോലന്മാരുടെ മേൽ ഊതി അവർക്ക് പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അവരെ ഫലമേൽപ്പിക്കുകയാണ്. മിശിഹായ്ക്കടുത്ത ദൗത്യങ്ങൾ അവരെ ഫലമേൽപ്പിക്കുകയാണ്. അവരെ പുരോഹിതനും രാജാവും പ്രവാചകനുമാക്കി ഉയർത്തുകയാണ്. അവരുടെ മേൽ നിശ്വസിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പാപമോചന അധികാരം നൽകുന്നതിലൂടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്ഥാപിക്കുകയാണ്. അതിനോട് ചേർന്ന പ്രവാചക രാജകീയ ദൗത്യം. അപ്പസ്തോലന്മാർ യേശുവിൽ നിന്നും ഈ ത്രിവിധ ദൗത്യങ്ങൾ സ്വീകരിച്ചു. സഭ ഈ ദൗത്യം സ്വീകരിച്ചു. അപ്പസ്തോലന്മാർ അവരുടെ പിൻഗാമികളായ മെത്രാന്മാർക്ക് നൽകി. മെത്രാന്മാർ അവരുടെ പിൻഗാമികളായ വൈദികർക്ക് നൽകി. അതുകൊണ്ടാണ് മെത്രാനും പുരോഹിതനുമൊക്കെ ഈ ത്രിവിധ ദൗത്യങ്ങളുള്ളത്. ടീച്ച്, സെലിബ്രേറ്റ് ആൻഡ് ലീവ്. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. സഭ ഇന്ന് നിർവഹിക്കുന്ന എല്ലാ ശുശ്രൂഷകളും യേശുവിൻ്റെ ത്രിവിധ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സഭ പഠിപ്പിക്കുന്നു, യേശുവിൻ്റെ പ്രൊഫറ്റിക് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ്. സഭ വിശുദ്ധീകരിക്കുന്നു, യേശുവിൻ്റെ പ്രീസ്റ്റ്ലി മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. സഭ നയിക്കുന്നു, ശുശ്രൂഷയിലൂടെയാണ് നയിക്കുക. അവൻ്റെ രാജ്യത്വവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റേതല്ല. അപ്പോൾ യേശുവിൻ്റെ ഈ ത്രിവിധ ദൗത്യങ്ങളാണ് ഇന്ന് സഭ നിർവഹിക്കുന്നത്. ആദിയിൽ ആദാമിൻ്റെ മേൽ നിശ്വസിച്ച ആ നിശ്വസനം ഭാഗികമായി അത് മോശയ്ക്ക് നൽകിയത്. ഉത്ഥാനശേഷം ശിഷ്യന്മാരുടെ മേൽ അവൻ നിശ്വസിച്ചു, അവരുടെ മേൽ ഊതി ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ശമാശന്മാർക്ക് പട്ടം കൊടുക്കുമ്പോൾ, പൗരോഹിത്യ പട്ടം കൊടുക്കുമ്പോൾ മെത്രാൻ അർദ്ധിയുടെ മേൽ ഊതും, നിശ്വസിക്കും, പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. പർദീസായിൽ ആദത്തിൻ്റെ മേൽ ഊതിയതുപോലെ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന പുരോഹിത അർദ്ധിയുടെ മേലും മെത്രാൻ ഊതുമ്പോൾ ഈ ത്രിവിധ ദൗത്യങ്ങളാണ് ഫലമേൽപ്പിക്കുക. പുരോഹിത രാജകീയ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പുരോഹിത രാജകീയ ദൗത്യം സ്വീകരിച്ച പുരോഹിതൻ മാമോദീസയുടെ സമയത്ത് ശിശുവിൻ്റെ മേൽ നിശ്വസിക്കുന്നത്. ശിശുവിൻ്റെ മേൽ നിശ്വസിച്ചുകൊണ്ട് ശിശുവിനെ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി മാറ്റുകയാണ്. ഈ ത്രിവിധ ദൗത്യങ്ങൾ ഒരു ശിശുവിനെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ വ്യക്തികളും, മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും പ്രവാചകനും പുരോഹിതനും രാജാവുമാണ്.
ഈ ത്രിവിധ ശുശ്രൂഷ നിർവഹിക്കുവാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പർദീസായിൽ ആദത്തിന് കൊടുത്ത ഈ ത്രിവിധ ദൗത്യം, നിശ്വസനത്തിലൂടെ കൊടുത്ത ഈ ത്രിവിധ ദൗത്യം മോശയ്ക്ക് ഭാഗ്യമായി കൊടുത്തത്, അത് അപ്പോസ്തലന്മാർക്ക് പൂർണ്ണമായി നൽകിയത്, അത് പൗരോഹിത്യ പട്ടത്തിൽ വൈദ്യർക്ക് നൽകുന്നത്, പുരോഹിതൻ മാമോദീസായിലൂടെ ഓരോ വിശ്വാസിക്കും നൽകുന്നു. അങ്ങനെ ഓരോ വിശ്വാസിയും പ്രവാചക, പുരോഹിത, രാജിക ദൗത്യം നിർവഹിക്കുവാൻ കടപ്പെട്ടവനായിത്തീരുന്നു. മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രവാചകനും പുരോഹിതനും രാജാവുമാണെന്നും അവർക്കെല്ലാം പുരോഹിത ദൗത്യമുണ്ട് നമ്മൾ പറയുമ്പോൾ, ശുശ്രൂഷ പൗരോഹിത്യം മറ്റൊരു തലത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും പുരോഹിത ഗണവുമാണ്. പത്രോസ് 2:9. പത്രോസ് അത് കൂട്ടിയത് പറയുന്നത് പുറപ്പാട് 19:5-6 കൂട്ടിയതുകൊണ്ടാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അപ്പം പഴയ നിയമത്തിൽ തന്നെ പുരോഹിത ഗണമാണ്. ഇസ്രായേൽ ജനം പുരോഹിത ഗണമാണ്, വിശുദ്ധ രാജ്യമാണ്. അപ്പോൾ ഇസ്രായേൽ ജനം പുരോഹിത ഗണമായിരിക്കുമ്പോൾ തന്നെ അവിടെ ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്, ലേവി പൗരോഹിത്യമുണ്ട്. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും മാമോദീസ സ്വീകരിച്ച എല്ലാവരും പുരോഹിതരായിരിക്കുമ്പോൾ തന്നെ അവിടെയും ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്. അവിടെയും ജനത്തിന് പൊതു പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും ഒരുപോലെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ജനത്തിന് പൗരോഹിത്യമുള്ളതുകൊണ്ട് ശുശ്രൂഷ പൗരോഹിത്യം വേണ്ട എന്നുള്ള ചില പ്രൊട്ടസ്റ്റന്റ് ബന്ധുക്കോസുകാരുടെ പഠിപ്പിക്കലുകൾ ശരിയല്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കേട്ട ചിന്തകളെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് പൂർത്തിയാക്കാം. ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രേക്ഷിത ദൗത്യം, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷം പ്രഘോഷിക്കുക എന്നതിന് 3 അർത്ഥതലങ്ങളുണ്ട്. സുവിശേഷം പഠിപ്പിക്കണം, ആഘോഷിക്കണം, ജീവിക്കണം. ഗോ ആൻഡ് ടീച്ച് ദ ഗോസ്പൽ, ഗോ ആൻഡ് സെലിബ്രേറ്റ് ദ ഗോസ്പൽ, ഗോ ആൻഡ് ലീവ് ദ ഗോസ്പൽ. സുവിശേഷം പഠിപ്പിക്കുക എന്നതിലെ വിവിധ ശുശ്രൂഷകൾ ഒരു മിനിസ്ട്രിയാണ് കാറ്റഗേസിസ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ത്രിവിധ ദൗത്യങ്ങൾ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക, കാറ്റഗേസിസ്, ലിറ്റർജി ആൻഡ് വിറ്റ്നസിങ്, ബോധനം, ആരാധന, സാക്ഷ്യം, ഇവ 3 ഒറ്റപ്പെട്ട ശുശ്രൂഷകളല്ല. അവ 3 പരസ്പരം ബന്ധിതമായിരിക്കുന്നു, ചേർന്നിരിക്കുന്നു, ഒന്നും മറ്റൊന്നിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 3 ശുശ്രൂഷകളും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി. ഈ 3 ദൗത്യങ്ങളെ യേശുവിൻ്റെ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. യേശു മിശിഹ ആയതിനാൽ, അഭിഷിക്തനായതിനാൽ യേശുവിൻ്റെ ത്രിവിധ ദൗത്യങ്ങളാണ് അപ്പോസ്തലന്മാർക്ക് നൽകിയത്, ആദത്തിന് നൽകിയത്, പിന്നീട് പൂർണ്ണമായത് അപ്പോസ്തലന്മാർക്ക് നൽകിയത്. അതാണ് അപ്പോസ്തലന്മാർ പിൻഗാമികൾക്ക് നൽകിയത്. ഈ ദൗത്യമാണ് ഓരോ പുരോഹിതൻ നിർവഹിക്കാനുള്ളത്, മെത്രാൻ നിർവഹിക്കാനുള്ളത്. ഇതേ ദൗത്യം തന്നെ മാമോദീസായിൽ ഓരോ വിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ആദത്തെ പോലെ ഓരോ വിശ്വാസിയെയും പർദീസായുടെ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി വാഴിക്കുന്ന ശുശ്രൂഷയാണ് മാമോദീസായിൽ നടക്കുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.